മാവിനെ നന്നായിട്ട് കുഴക്കണം എന്ന് പറഞ്ഞു വളരെ ശക്തിയായിട്ട് അങ്ങനെ കുഴച്ച് ചെറിയ ക്ഷീണമൊക്കെ ആയിട്ട് എന്നോട് സൂസി ആന്റി ഉണ്ട്. നമ്മൾ മാവ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു പ്രോസസ്സിംഗിലേക്കാണ് പോകുന്നത്. അപ്പോൾ സ്റ്റഫ് ബൺ ഉണ്ടാക്കാൻ വേണ്ടി അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണ്? അതിന്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് ആണ്. ഓക്കെ, ബണ്ണിന്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. എന്തെല്ലാം ഫില്ല് ചെയ്യേണ്ട സാധനങ്ങൾ, അത് ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യേണ്ടത്? അതിന് നമ്മൾക്ക് വേണ്ടത് ബോൺലെസ് ചിക്കൻ വേണം. ഓക്കെ, ബോൺലെസ് ചിക്കൻ വേണം. പിന്നെ ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞു വെക്കണം. ഉള്ളി വലിയ ഉള്ളിയാണോ ചെറിയ ഉള്ളിയാണോ? വലിയ ഉള്ളിയാണ്. സവാള, നമ്മുടെ സവാള. ഓക്കെ, സവാള ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളക് വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ മുളക് പൊടി, ഉപ്പ്, ഓയിലും ഓയിൽ നമുക്ക് ആദ്യം ഒഴിക്കണം. നമ്മൾ ഓയിൽ ചൂടാക്കാം അല്ലേ? ശരി. എത്ര ഓയിൽ? ഒരു ഏകദേശം ഒരു അരക്കപ്പ്. അരക്കപ്പ്. ഈ ഒരു അരക്കപ്പ് എന്നെല്ലാം പറഞ്ഞാൽ കപ്പ് കണ്ട് പഠിച്ചോണം. കാരണം ഇതിന്റെ അളവെടുക്കാൻ വേണ്ടി പോയാൽ എത്ര ഏകദേശം എന്നാലും വരും? ഒരു 4 ടേബിൾ സ്പൂൺ. 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ചൂടായിട്ട് വരുമ്പോഴേക്കും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 ചെറിയ സ്പൂൺ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കുമ്പോൾ മൂത്ത് കഴിയുമ്പോൾ ഒരു നല്ല മണം വരും. നമ്മള് സവാളയും പച്ചമുളകും അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു എത്ര സവാള വരും? ഇതൊരു 6 മീഡിയം സവാള കാണും. മീഡിയം സൈസ് 6 മീഡിയം സൈസ് സവാളയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഈ ഒരു 6 സവാള ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ 15 സ്റ്റഫ് ബൺ ആണ് ഉണ്ടാക്കി തരുമെന്ന് സൂസി ആന്റി പറഞ്ഞത്. അപ്പൊ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. അതെ, ഇത് വേഗം വാടി കിട്ടാനായിട്ട് ആദ്യമേ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. ശരി. ഇത് സവാള ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയാണ്. നല്ലതായിട്ട് വാടണം. ഉപ്പിട്ടാല് കുറച്ചും കൂടെ വേഗത്തിലായി കിട്ടും. ഒരു തയ്യാറായി കഴിഞ്ഞു. ഒരുവിധം ലൈറ്റ് ബ്രൗൺ ആയി. ഈ നമ്മൾ ഇറച്ചി എല്ലില്ലാതെ ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. എല്ലില്ലാതെ ചെറിയ പീസായിട്ട് മുറിച്ച ചിക്കൻ ഇതിലേക്ക് തട്ടി കൊടുക്കുകയാണ്. അപ്പം ചിക്കനും സവാളയും പച്ചമുളകും നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതൊക്കെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഇതിലേക്കൊന്ന് ഇതാവുകയാണ്. അതുകൊണ്ട് നന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചിക്കനെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തെടുക്കും. ഇത് എത്ര സമയം എടുക്കും ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത്? ഇതൊരു 2-3 മിനിറ്റ് നല്ലതായിട്ട് ഇളക്കിയാൽ മതി. ഓക്കെ, 2-3 മിനിറ്റ് സമയം ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇത് വെന്ത് വരുമ്പോഴേക്കും എന്താണ് ചെയ്യാനുള്ളത്? ഇത് വെന്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കും. അത് ഒരു 3-4 മിനിറ്റ് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇത് റെഡി ആയിട്ടിരിക്കും. ശരി, അപ്പോൾ ഈ പ്രോസസ്സിങ് നിങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞ് ഇനി ഇതിന്റെ ഒരു വേവും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മസാല ഐറ്റംസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ പ്രോസസ്സിങ് റെഡി ആയിട്ടുണ്ട്. ഈ അളവിന് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം മുളക് പൊടി. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ തന്നെ. ശരി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി വേറെ എന്താണ് ചേർക്കാനുള്ളത്? ഇനി ഒന്നുമില്ല. ഇനി നമ്മൾ ഉപ്പ് നോക്കണം. ശരി, ഉപ്പ് നോക്കിയിട്ട് അകത്തെ പ്രോസസ്സിംഗ് സ്റ്റഫ് ബൺസിന്റെ അകത്ത് വെക്കാനുള്ള സംഭവമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ചൂടായി വരാൻ എത്ര സമയം എടുക്കും? ഇല്ല, ഇതൊരു 3-4 മിനിറ്റ് കൂടെ. ഓക്കെ, ഒരു 3-4 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊരു പരിവമാണ്. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതിപ്പോൾ തയ്യാറായി. ഈ മസാല കൂട്ടി തയ്യാറായി. ഇനി നമ്മുടെ ആദ്യം ഉണ്ടാക്കിയ ആ ഒരു മൈദയുടെ പ്രോസസ്സിംഗ് എല്ലാം കണ്ടല്ലോ, മൈദയും മുട്ട എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ച് നമ്മൾ ഈസ്റ്റ് എല്ലാം കൂടി ചേർത്ത് വെച്ചത്, അത് നമ്മൾ മാവ് കുഴച്ച് വെച്ചിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ മാവ് ഒന്ന് പൊന്തി വരും. പൊന്തി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ഇത് മിക്സ് ചെയ്ത് വെച്ച് കൊടുത്ത് ഒന്ന് റെഡിയാക്കാനുള്ള പ്രോസസ്സിംഗിലേക്ക് പോകും. ഇപ്പോൾ ഒരു കുറച്ച് സമയമുണ്ട്. അപ്പം ആ മാവ് മിക്സ് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കി പൊന്തുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സ്റ്റഫ്ഡ് ബൺ ഉണ്ടാക്കാൻ വേണ്ടി നേരത്തെ മാവ് കുഴക്കുന്നതെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ച് ഒന്ന് നമ്മുടെ ഈസ്റ്റും എല്ലാം കൂടി ചേർത്ത് സാധനം പൊങ്ങി വരുമെന്നാണ് പറഞ്ഞത്. ഏകദേശം പൊങ്ങി വന്നുല്ലേ? ഡബിൾ ആയിട്ടുണ്ട്. അപ്പൊ സൈസ് ഡബിൾ ആയിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത് നമ്മൾ ചെറിയ ബോളായിട്ട് എടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിൽ വെച്ചിട്ട് ചപ്പാത്തിന്റെ കല്ലിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കും. എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഫില്ലിംഗ് എടുത്ത് വെക്കും. മസാല കൂട്ടുകൾ നമ്മുടെ ബോൺലെസ് ചിക്കൻ എല്ലാം അതിനകത്തേക്ക് വെച്ച് കൊടുക്കും. നേരത്തെ തയ്യാറാക്കിയതെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അത് ഇതിന്റെ അകത്തേക്ക് വെച്ച് കൊടുക്കും.
ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇത് നല്ലതായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കും. ഇത് ഓക്കെ, എന്താ ആകൃതിയിൽ ഒട്ടിച്ചെടുക്കുന്നത്? ഇത് നമ്മളൊരു ബണ്ണിന്റെ ഷേപ്പിൽ ഒരു ബോൾ പോലെ ആക്കി, ഒരു ബോള് പോലെ ആക്കി വരും. അപ്പോൾ നമ്മൾ ഈ മാവില് നമ്മൾ ചെയ്ത കാര്യം, മാവ് കുറച്ച് എടുത്തു, അത് ഒന്ന് നന്നായിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ വലിയ രീതിയിലല്ല, ചെറിയ രീതിയിൽ പരത്തി എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് നേരത്തെ ഉണ്ടാക്കിയ മസാലക്കൂട്ട്, ചിക്കനും എല്ലാം കൂടി ചേർത്തുണ്ടാക്കിയ മസാലക്കൂട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ചു. എന്നിട്ട് ചെറിയൊരു ബോൾ രൂപത്തിലാക്കി വെച്ചു. നല്ലതായിട്ട് ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ ഓക്കെ, നന്നായിട്ട് അത് ഷേപ്പ് ചെയ്യുക. ഇതാണ് അതിന്റെ പരിമം. അപ്പോൾ അത് കാണുക. ഇത് നമ്മൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ട്രേ ആണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെച്ചു കൊടുത്തു. ഓക്കെ, ഒരു 15 മിനിറ്റ് നമ്മളിത് പൊന്തി വരാൻ വേണ്ടി, പിന്നെ ഒരു അതിനുശേഷം 15 മിനിറ്റ് നമ്മൾ ഒരു 180 ഡിഗ്രിയിൽ നമ്മൾ 15 മിനിറ്റ് ബേക്ക് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് ബേക്ക് ചെയ്യേണ്ടത്? 180 180ലാണ് 180 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം ഇതൊക്കെ നമ്മൾ റൗണ്ട് ആക്കി വെച്ചതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതെടുത്ത് കഴിക്കാനുള്ള പ്രോസസ്സാണ്. അപ്പോൾ ടേസ്റ്റ് ടൈമിൽ ഇതിന്റെ ടേസ്റ്റ്, സ്റ്റഫ്ഡ് ബണ്ണിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി എനിക്ക് ആകാംക്ഷയുണ്ട്. സോ നമുക്ക് ആ ഒരു ടേസ്റ്റ് നോക്കാം. അത് അല്പസമയത്തിനകം. നമ്മുടെ സ്റ്റഫ്ഡ് ബൺ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റഫ്ഡ് ബണ്ണിനെ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാല് ഒരു ആക്രാന്തമല്ല വരുന്നുണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. സ്റ്റഫ്ഡ് ബണ്ണ് നമ്മൾ 15 മിനിറ്റ് നമ്മളൊന്ന് പൊന്തി വന്നതിന് ശേഷം ബേക്ക് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ എള്ള് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലേ. ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന്. ഇത് ഇത്രയും എണ്ണം കാണുമ്പോ ഒന്നും തോന്നരുത്, ഇത്രയും നിന്ന് കഴിച്ച് തീർക്കാനുണ്ട്. ടേസ്റ്റ് സൂപ്പർ ആയിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. ഇനി നമ്മൾ ഒരു കുറച്ച് സമയമുണ്ട് അടുത്ത ഡിഷിലേക്ക് പോകുന്ന ഒരു സമയം. ആ സമയം കണ്ണൂരിലെ ഒരു പ്രത്യേകമായ ഒരു കാഴ്ച അന്വേഷിച്ചുള്ള യാത്രയാണ്. സോ കം ഓൺ.